എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാലേ, നമ്മുടെ അതിർത്തിയിൽ നമ്മൾ കുറച്ച് മരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ തൊടിയിലേക്ക് ഇത് ഭയങ്കര ഇതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര കാനലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു തല മുതൽ ഒരു തല വരെ വെട്ടിയിട്ടോ. വെട്ടിയപ്പോൾ ഇത് കഴനിയാണ്. അപ്പോൾ ഇതിൽ മേലെ കയറാൻ പറ്റില്ല, ഇത് ഭയങ്കര മുള്ളൊക്കെ ഉള്ള കാരണം. അപ്പോൾ അതിൻ്റെ അപ്പുറമുള്ള മരങ്ങളൊക്കെ നമ്മൾ വെട്ടി കഴിഞ്ഞു. അപ്പോൾ ഈ കഴനിയുടെ മേലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേലെ നിന്ന് ഏണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചാരി വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കയറി കൊമ്പൊക്കെ കട്ട് ചെയ്യണത്. എന്താ വെച്ചാൽ ഇത് കൊമ്പ് ഇത് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഇത് എന്താ സംഭവിച്ചാൽ ഇത് വലുതായി കഴിഞ്ഞിട്ട് ഭയങ്കര കാനലായി കഴിഞ്ഞപ്പോൾ ഇതൊന്നും വെട്ടിയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചുവട്ടിൽ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട്, കവുങ്ങ് നിൽക്കുന്നുണ്ട്, അങ്ങനെ പേരത്തൈ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ. കുറേ പല ജാതി ചെടികളാണ് ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചിറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കൈച്ചുള്ളലായിട്ട് വെട്ടുമ്പോൾ നമുക്കതിനെ പിടിച്ചൊതുക്കിയിട്ട് വെട്ടാൻ പറ്റും. പക്ഷേ ഇതൊന്നും പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇത് വെട്ടേണ്ട ഇത് മരം പറഞ്ഞത് നമ്മുടെ തൊട്ട സ്ഥലത്തിൻ്റെ ആൾക്കാരുടെയാണ്. അപ്പോൾ അവർ അത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടെച്ചാലും അത് വെട്ടിക്കോളി, അതിന് നമ്മൾക്ക് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വെട്ടി ഒഴിവായിക്കോളി, നിങ്ങൾക്ക് തടസ്സമുള്ളതൊക്കെ വെട്ടി ഒഴിവായിക്കോളിന്ന്. പക്ഷേ അവരുടെ ഇതിലൊക്കെ ഏതൊക്കെ അവർ വെട്ടി വൃത്തിയാക്കിട്ടോ. ഇന്നലെ ശനിയാഴ്ച എന്തൊക്കെ വെട്ടി ഒഴിവാക്കി കഴിഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഞായറാഴ്ച ഒഴിവല്ലേ, അപ്പോൾ നമ്മൾ ഇത് ഇരുന്നിട്ട് നമുക്ക് ഇതുള്ളതൊക്കെ നമ്മളോട് വെട്ടി ഒഴിവാക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ 4 സൈഡിലും 2 സൈഡ് നമുക്ക് മതിലുണ്ട്, 2 സൈഡ് നമുക്ക് കമ്പി വരികയാണ്. അപ്പോൾ ഒരു സൈഡത്തെ ഏതായത് ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ നമ്മളത് ഇന്ന് വെട്ടി ഒഴിവാക്കും. ഇനി ഒരു സൈഡിൽ ഏതെങ്കിലും കൂടി നമുക്ക് വെട്ടാണ്ട് കേട്ടോ. അത് നമ്മുടെ കുടുംബം തന്നെയാണ്, കുടുംബത്തിലത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതൊന്നും വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മൾ ആ സൈഡത്തെ വെട്ടി ഒഴിവാക്കാണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ടേജ് ഭാഗത്ത് കുറച്ച് തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കുറച്ച് കാനലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതും വെട്ടി ഒഴിവാക്കണം. അല്ല ഓരോരോ ഞായറാഴ്ച നമുക്കിപ്പോൾ എന്നാണോ ഒഴിവ് കിട്ടണിച്ചാൽ ആ സമയത്ത് ആണ് നമ്മുടെ ഫുൾ ജോലി. അപ്പോൾ നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവുന്നത് നമുക്ക് ഒഴിവുണ്ടിച്ചാൽ നമുക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ വന്നാൽ മതി. നമ്മൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഒരു 6-7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ജോലി തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ടൈമിങ് ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ടൈമിംഗ് ഇല്ല, റെസ്റ്റ് ഇല്ല. നമുക്ക് എപ്പോഴാണ് നിർത്തണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ നിർത്താം, എപ്പോഴത് ജോലി എടുക്കണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ ജോലി എടുക്കുക. ആരും നമുക്ക് പറയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ മരം മുറിക്കലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജോലി. അതായത് എല്ലാം നമ്മൾ വെട്ടി ഒഴിവാക്കി, കാണിലൊക്കെ വെട്ടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കേടുവരാതെ വേണം ഇതൊക്കെ വെട്ടി ഒഴിവാക്കാൻ. അപ്പോൾ അതാണ് അതിൻ്റെ കവുങ്ങിൻ്റെ ഇടയിലിട്ടാണ് ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കവുങ്ങ് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം ആവാറായിട്ട്, 8 മാസം കഴിഞ്ഞു കവുങ്ങ് വെച്ചിട്ട്. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് വെച്ചതാണ്. സെപ്റ്റംബറും ഒക്ടോബറും ആ മാസത്തിലാണ് ഞാൻ കവുങ്ങ് വെച്ചത്. ഏകദേശം 1 കൊല്ലം ആവാറാവണം, 8-9 മാസമൊക്കെ ആവാറായി. അപ്പോൾ അത്യാവശ്യം ഇതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വളം ഇടേണ്ട സമയമായി. അപ്പോൾ അതൊക്കെ കാനലും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കതെല്ലാം ക്ലിയർ ആക്കി വെക്കണം. പിന്നെ കണ്ടമാനം ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊടിയിൽ ഞാൻ പുല്ല് വരാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ അത് പുല്ലൊക്കെ ഉള്ള പൊന്തിയതൊക്കെ നമ്മൾ കയ്യോടെ പറിക്കും. ഞാനും കുട്ടികളെല്ലാം വേറെ കൂട്ടിയിട്ടൊക്കെ കയ്യോടെ പറിച്ച് ഒഴിവാക്കും. അപ്പോൾ ഇന്നത്തെ പണി ഇതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുറേ എല്ലാം ഒപ്പാവട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് വെട്ടി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആവുന്നതാവും, നമുക്ക് കുറേശ്ശെ ചെയ്താൽ മതി. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യേണ്ടല്ലോ, ആരോഗ്യത്തിൽ നമുക്ക് കണക്ക് ബോധിപ്പിക്കും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഒറ്റയടിക്ക് ചെയ്യേണ്ട. അപ്പോൾ കുറേശ്ശെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ സംഭവം വൃത്തിയാക്കി ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ നമ്മൾ വർക്ക് ചെയ്യും. അത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിലാണ് വെച്ചാൽ നിറച്ച് പുളിറുമ്പ, നിൽക്കാനും പറ്റുന്നില്ല, അത്രയും പുളിറുമ്പുണ്ട്. പുളിറുമ്പുണ്ട് കൂട് കൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു കൊമ്പാട് വെട്ടിയപ്പോൾ തന്നെ കയ്യുമ്മയും കാലുമൊക്കെ വന്നിട്ടുണ്ട് പൊതിഞ്ഞു. അപ്പോൾ അത്രയും പുളിറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ ഇരുന്ന് വൃത്തിയാക്കുകയാണ് പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഫുള്ള് ആഞ്ഞിട്ടൊന്നുമില്ല, കുറേശ്ശെ ആയണുള്ളൂ. ഇനി ബാക്കി പിന്നെ ആയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഇലയൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആയാൻ സൗകര്യം ഉണ്ടല്ലോ, ഒന്ന് കുടഞ്ഞെടുത്താൽ മതിയല്ലോ ചുള്ളലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ പണി ഇതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചിട്ട്. നമ്മുടെ മെയിൻ സംഭവം പറഞ്ഞാൽ കൃഷിയാണ്.
അപ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമ്മളുള്ള കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ഉള്ളത് നല്ല ഭംഗിയിൽ നമ്മൾ കൃഷിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളതിനെ പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. നമ്മുടെ അറിവോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കൃഷിയെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാർ നമുക്കത് പറഞ്ഞു തരിക. അപ്പോൾ നമ്മളത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. കണ്ടോ, ഈ സംഭവത്തിലൊക്കെ ഫുള്ള് പുളിറുമ്പാണ്. ഒന്നും അതിന് തൊടാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ വെറുതെ ഒന്ന് ആഞ്ഞിടണുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് പുളിറുമ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ കുടഞ്ഞെടുക്കാൻ. കണ്ടോ, അതിനൊന്നും തൊടാൻ പറ്റുന്നില്ല, അത്രയും പുളിറുമ്പുണ്ട് എല്ലാത്തിലും തലയായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, എന്നാൽ ബായ്.